ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ ടെറസിലൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പിൽ നമുക്ക് പറ്റുന്നത്ര സമയം സർവൈവ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ 2 പാർട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വീഡിയോയിൽ കണ്ടൻസെൻ്റ് അല്ല വേണ്ട പറയാത്തിരിക്കുന്നു. കട്ട് ചെയ്തപ്പോൾ തന്നെ ഫുള്ള് ഓഫായി. ഇതിപ്പോ രണ്ടാമത് ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ്. കാരണം ആദ്യം എടുത്തത് കട്ടായിപ്പോയി. അപ്പൊ നമുക്ക് 2 മിനിറ്റ് ഉറങ്ങിയിട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് ഒരാളെ അറിയാലോ, ഒരു കുരുത്തം കെട്ടവന്, ഒരു ചെറിയവൻ. അവനും ഉണ്ട്. അവൻ ഇപ്പോഴും കുരുത്തക്കേടാണ്. കാണിച്ചുതരാം. കണ്ടോ, അവിടെ ഞങ്ങൾ തറ പേപ്പർ ഇട്ടിട്ടുണ്ട്, അത് വലിച്ചു കയറുകയാണ്. അതൊക്കെ നീ കാണിക്കോടാ. ശിവന്മാർക്കൊക്കെ റിച്ച് ബെഡ് ഗൈസ്. നമുക്കാകുള്ളത് ഈ ഒരു ഇതാണ്. പിന്നെ നീ പൊക്കോ ഗൈസ്. ഈ സാരി എന്താണെന്ന് അറിയാം, നമുക്ക് കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് ചൂടെടുക്കുന്നോണ്ടാണ് ഉറങ്ങാൻ നേരത്ത്. അപ്പൊ ഗൈസ്, അപ്പൊ ഇവിടെയൊക്കെ നല്ല ഫണ്ണാണ് ഗൈസ്. അപ്പൊ നമുക്ക് ചൂട്, പക്ഷെ ഇത് തുറന്നിടുമ്പോ നല്ല തണുപ്പം. തടയ്ക്കാനും തുറക്കാനും ഒക്കെ പറ്റിയിട്ടോ. നിങ്ങൾ ആ ടൈപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നു. അടച്ചാലോ ഗൈസ്, കാരണം നമുക്കിപ്പോ ഉറങ്ങാൻ പോകുന്ന നമുക്ക് മിഡിലെ സംഭവം അടയ്ക്കാം. റൂം ഇത് അടയ്ക്കാന്ന് പറയുന്നത്. അത് നമ്മള് ബാൽക്കണി ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് അടയ്ക്കാന്ന് പറയുന്നത് ബാൽക്കണിയിലോട്ടുള്ള വേണ്ട, കാരണം കാറ്റൊന്നും കിട്ടത്തില്ല. ആ സിറ്റുവേഷൻ നമ്മൾ ബാൽക്കണിയിലോട്ടുള്ളത് അടയ്ക്കാതിരിക്കും. നമുക്ക് ഇത് അടയ്ക്കാം. അപ്പൊ അത് അടയ്ക്കുന്ന കാഴ്ച ഇതാണ് അടയ്ക്കുന്നത്. ഉണ്ടോ? അത് അടച്ച പിന്നെയും കാറ്റ് കിട്ടും. മറ്റേ അടച്ച പിന്നെ ഭയങ്കര ചൂടും. അത് രണ്ടെണ്ണം ഉണ്ട് കാരണം അത് കാഴ്ച നിറയ്ക്കാൻ വേണ്ടി. അത് ഡബിൾ ലെയർ, കാരണം അകത്ത് ഞങ്ങൾ ചിലപ്പം ഇത് കാണാൻ പറ്റില്ലല്ലോ. നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോ കാണാൻ പറ്റാത്ത. ആ സൈഡിലായിട്ടാണ് സെറ്റ് ചെയ്ത് കാണാൻ. നമ്മൾ പിന്നെ ക്യാമറയെ കൈ എടുത്ത് വെച്ചേക്കുന്നത്. അവൻ ഫ്രണ്ട് ക്യാമറ ഇട്ടോ, അതുകൊണ്ടാ അവന്റെ ക്യാമറ ഇരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. എങ്ങനെ ഇപ്പൊ കാണിക്കുന്നതാണ് ക്യാമറ അവിടെ എടുത്ത് വെച്ചിരിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ നോട്ട്. ഇതാണ്ട് പേപ്പർ കീറിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല ഗൈസ്, ഇനി പേപ്പറിന്റെ ആവശ്യമൊന്നും കൂടി ഇല്ല. അതൊക്കെ തന്നെ, കാരണം എൻ്റെ അനിയനാണ്, അതുകൊണ്ട് സമ്മതിച്ചു. എന്റെ മുടി കൊള്ളും വളർന്നല്ലോടാ. അന്ന് മുടി കെട്ടിയപ്പോ തോന്നെ വെച്ചെങ്കിൽ പറ്റും. ഇവനൊക്കെ എന്റെ ട്യൂഷന് പോയാൽ ഒരാളുള്ള സ്ഥലത്തോ വീഡിയോ എടുക്കാൻ പൂക്കാനാണ് ഇവന്മാരുടെ പണി. ഇതൊക്കെ തന്നെ ഗൈസ് എന്റെ ജീവിതം. അതെ, നമ്മളിവിടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ഞാൻ റെസ്റ്റ് എടുക്കട്ടെ. ഇവിടെ 2 സെക്കൻഡ് നിൽക്കാൻ പറ്റും. കാണിക്കുന്നുണ്ടോ വയസ്സ്? കാണിക്കുന്ന അഹങ്കാരങ്ങളല്ലേ. ചില്ലറ ശിഷ്ടമാണോ വയസ്സ്? അവ അവിടുന്ന് എന്റെ അടുത്തോട്ട് എറിയുന്ന. ഇത് 2 സൈഡിൽ നിന്ന് എന്നെ ആക്രമിക്കുന്ന. മറ്റേ ഇത് പാകിസ്ഥാനും ഇത് ചൈനയും, ഞാൻ ഇന്ത്യ, പാവ ഇന്ത്യ. എന്നെ എല്ലാം അങ്ങോട്ടിട്ട് ആക്രമിക്കുകയാണ്. എന്നെ ആക്രമിക്കുകയാണ്. 5 മിനിറ്റ്സ് എന്ന് പറയണ ആ രണ്ടാമത്തെ വീഡിയോയിൽ പറയാൻ പോണത്. പക്ഷേ ഈ 5 മിനിറ്റ്സ് 2 സെക്കൻഡ് കഴിയില്ല ഗൈസ്. അപ്പം 5-10 സെക്കൻഡ്സ് പോലും ആയിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ ഇവിടെ ബാൽക്കണിയിൽ വന്ന് നിൽക്കുകയാണ്. 5 മിനിറ്റ്സ് കഴിഞ്ഞില്ല, എനിക്ക് അതുകൊണ്ട് ഞാൻ എടാ ഇവിടുത്തെ പേപ്പർ ഫുള്ളാവ എടുത്ത് സ്ഥാനം കളയുന്നു. ഇവനൊക്കെ എന്താല്ലേ? അവന്റെ പേരാണ് മിസ്റ്റർ കുരുത്തക്കേട്. നിങ്ങൾക്കറിയാം 2-3 വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുന്നതാ എന്റെ കുരുത്തക്കേടൊക്കെ. അപ്പൊ പിന്നെ പറയണ്ടോ എത്ര നേരം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, കാരണം ഇപ്പൊ തന്നെ എനിക്ക് ദാഹിച്ചു. ഒരു 1 മണിക്കൂറൊക്കെ ആയിരിക്കും, നോക്കാം. ഞാൻ ഇവിടെ നിന്ന് ബോറടിക്കും, നിങ്ങളും അവിടെ നിന്ന് ബോറടിക്കും. അതവിടെ നടക്കാൻ പോകുന്ന ഗൈസ്. ഞാനും ബോറടിക്കും, നിങ്ങളും ബോറടിക്കും.
ഇത് മറ്റേ ആരുമില്ല നമ്മളൊറ്റയ്ക്ക് ഇരിക്കുന്ന കണക്കാ. പക്ഷെ ഇവിടെ രണ്ടുപേരും ഇനിയും ഉണ്ട്. ഗൈസ് അത്രയ്ക്കും ബോറടിയാണെങ്കിൽ പിന്നെ രണ്ട് ശിവൻ അവന് 2 അടി ഓടിക്കണം ഗൈസ്. കൊടുക്കണം നല്ലത്. നല്ലത് കൊടുത്തു. ആ അവന് തിരിച്ചും കിട്ടി. അവനെ ഇടിക്കുന്നത് എനിക്കാണ് ഗൈസ് കിട്ടുന്നത്. ഓഹോ ഗൈസ് എന്നെ ഇടിക്കുന്നത് ഗൈസ്. സമാധാനായി ഇത്ര ഇട്ടാ മതി. എന്താണ് ഗൈസ് മൊത്തം കുളിച്ചക്കാരാണ് ഗൈസ്. അവന്റെ കൈ കയറി ഇടിച്ച ഗൈസ്. ഈ തൂണിനകത്ത് എന്നെ ഇടിച്ചതാ. അവന്റെ കൈ കയറി നമുക്ക് പോവാം. ഗൈസ്. അപ്പം ഈ വീഡിയോ ഇവിടെ ചേർത്തു. എനിക്ക് വയ്യ. അപ്പൊ ഗൈസ് ബൈ.